ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. ഇത്ര 10-11 ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട്. വീഡിയോ എടുക്കലും ഇല്ല, ഇടലും ഇല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ കല്യാണമാണ് കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നണില്ല അല്ലേ? ബാഗൊന്നും കണ്ടിട്ട് ഇന്ന് കല്യാണമാണ് കേട്ടോ. ആങ്ങളുടെ കല്യാണമാണ്. കല്യാണം പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ പരിപാടിയാണ്. പരിപാടി എന്നും പറയാൻ പറ്റില്ല, നമ്മൾ പോയിട്ടോളം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പോയിക്കാണ്ട് ഓളങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് കരുതിയത്. അപ്പോൾ ഓൻ വന്നിക്കണല്ലോ. അതിൻ്റെ ഇടയിൽ കുറേ ഞാൻ വീഡിയോ ഇടാത്ത ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ട് എൻ്റെ രണ്ടാമത്തെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നു. സർപ്രൈസായി വന്നതാട്ടോ. ഞങ്ങൾ അറിഞ്ഞില്ല. ഓ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന് വാതിൽ തുറന്നപ്പോഴാണ് കാണുന്നത്. ഓൻ അങ്ങനെ വന്നു. പിന്നെ എനിക്ക് തീരെ സുഖമില്ല. ഇനി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി. ഞാൻ വീഡിയോ തുടങ്ങീനി ഇങ്ങനെ ഇൻട്രോ കൊടുത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ. പക്ഷേ പിന്നെ എനിക്ക് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. എനിക്ക് തീരെ സുഖമില്ല കേട്ടോ. ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല, സുഖമില്ല. ജലദോഷവും പനിയും കഫക്കെട്ടും ഇതൊക്കെ ആയിട്ട് ഞാനും ഐസമോളും ഒക്കെ സുഖമില്ലാതെ കിടക്കേന് കേട്ടോ. ഐസമോക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നാണ് കല്യാണം. അപ്പോൾ ഇന്നാണ് ഞോക്ക് എടുക്കുന്നത് കേട്ടോ. കല്യാണത്തിൻ്റെ അന്നാണ് ഞോക്ക് എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മളെ കല്യാണ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ പൊണ്ണും കുട്ടികളൊക്കെ വന്നിട്ട് കേട്ടോ. ഇന്നലെ രാത്രി വന്ന് ഞാൻ മൈലാഞ്ചി ഇട്ടതാണ് കേട്ടോ ഈ കാണുന്നത്. ബിഗ് ബി ഐസമോക്ക് വാങ്ങിയിട്ട് ബിഗ് ബി ഉണ്ടായിന്. അപ്പോൾ മൈലാഞ്ചി ഒന്നും ഏതായാലും ഇടണമെന്നില്ല. പിന്നെ ചിങ്ങ തോന്നി കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ എന്നാൽ കുറച്ചൊന്നും ഇടാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തൊപ്പി മൈലാഞ്ചി ഇടാന്ന് കരുതി ഇട്ടതാണ്. പക്ഷേ അതങ്ങോട്ട് കറുത്ത്. അത് ഈ തല വരെ ഇട്ടപ്പോത്തിനും കേകിയപ്പോത്തിനും അത് നല്ലോണം കറുത്ത്. ബിഗ് ബി അല്ലേ, സാധാ ഇട്ടാൽ മതിയേനി. എന്നിട്ട് കറുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിന്. പക്ഷേ അടിച്ചിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. കൊണ്ടുവന്ന് അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ അത് ഇട്ടിക്കാണ്ട് പോവും. ഞാൻ അടിച്ചാനൊന്നും ഒരു ഇത് കിട്ടിയിട്ടില്ല. മിഞ്ഞാന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കണതൊക്കെ. ഇന്ന് കല്യാണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥകൾ. അപ്പോൾ ഇന്ന് കല്യാണമാണ്. അപ്പോൾ നമ്മളെ കല്യാണ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. രാവിലെ ഇപ്പോൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളെല്ലാവരും ഓളോർക്ക് പോവാണ്. എന്നിട്ട് ഓളയും കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. പിന്നെ നമ്മളെ ഇമ്മമാൻ്റെ ആണ്ട് വരുന്നുണ്ടല്ലോ. ഇമ്മമ്മ മരിച്ചിട്ടൊരു വർഷം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാപ്പല്ല കേട്ടോ. ആ പറഞ്ഞപ്പോൾ വാപ്പല്ല, നാട്ടിലെത്തിയിട്ടില്ല കേട്ടോ. വാപ്പ അവിടെ തന്നെയാണ്. വാപ്പ പോകുന്നില്ല. ഇപ്പോൾ ഏതായാലും പെരുന്നാൾക്ക് വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഇത് പെട്ടെന്നായും ചെയ്തു കേട്ടോ. നമ്മൾ കൂട്ടിക്കൊണ്ടല്ല ദിവസം ഉറപ്പിക്കൽ പെട്ടെന്ന് എന്നോ ഉണ്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറയുന്നത്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ദിവസം ഉറപ്പിച്ച് ഞായറാഴ്ചക്കൊക്കെ ആയതാട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ വീഡിയോ എന്നാനായിട്ടാണെന്നറിയില്ല. പക്ഷേ ഞായറാഴ്ചയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരാൻ വിചാരിച്ചത്. അപ്പം നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പം ഇനി മാറ്റിയിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഇനി അങ്ങാടിയിൽ പോകണം. ഐസമോക്ക് ഡ്രസ്സ് എടുക്കണം. കുറേ പണികളുണ്ട് കേട്ടോ ഇടയിൽ. ഷെമി ഇല്ല കേട്ടോ. ഷെമി നാട്ടിലെത്തിക്കണ്. അപ്പോൾ ഷെമി എത്തൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തോ ഒരു ഗതികേടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷെമിൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഈ മാസം. അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഞാൻ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ബർത്ത്ഡേക്കും അങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിന് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയാണ് ഈ പരിപാടി വന്നപ്പോൾ ഷെമി ഏതായാലും ഇല്ലയാണോ. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഷെമി എപ്പോഴാണ് എത്തിയതെന്ന് അറിയില്ല. ലോറി പോയതേന് കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ അതിനൊന്നും സമയമില്ല. അപ്പോൾ ബർത്ത്ഡേ ആണ്, അതിന് ഏതായാലും ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചതുമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കലീലിനെയും കൂട്ടിയിട്ട് അങ്ങാടിയിൽ പോയിക്കാണ്ട് ഞാനൊരു പാൻറ്റും ഷർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അതായാലും വലിയ രസമാണ് കേട്ടോ. ഞാൻ പാൻറ്റും ഷർട്ടൊക്കെ എടുത്ത് പെരയെ വന്നിട്ടോ. പെരയെ വന്നിക്കാണ്ട് ഷെമിനോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഷെമി ഇനി ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ അതിൻ്റെ കോലെത്താ കട്ട് ചെയ്യാണ്ടോന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനടുത്ത് വന്നിക്കാണ്ട് വലിയ ആങ്ങളെ ഡ്രസ്സ് എടുക്കാൻ പോയി. ഓൻ ഡ്രസ്സ് എടുത്ത് ചെറിയ ആങ്ങളെ ഡ്രസ്സ് എടുത്തുകാണ്ട് ബില്ല് ചെയ്തിക്കാണ്ട് വെറുതെ ഫോണിൽ നോക്കുമ്പോൾ ഉണ്ട് കാരണം ഇവ വിട്ട അതേ ഡ്രസ്സ് തന്നെ ഇവ എടുത്ത് വലിയ ആങ്ങളെ എടുത്തേക്കണ്. അപ്പോൾ എന്ത് കട്ടിയാലോ ബില്ല് ചെയ്ത സാധനം അങ്ങോട്ട് തന്നെ കൊടുത്തിട്ടോ വേറെ ഷർട്ട് എടുത്ത് പോകും. അങ്ങനെ ഇവിടെ എത്തി നോക്കുമ്പോൾ ഉണ്ട് ഷർട്ട് പിന്നെ മാറിയിട്ടോ. പാൻറ്റ് ഒരേപോലെ. ഷെമിക്ക് ഞാനെടുത്ത പാൻറ്റ് ഓടുത്ത പാൻറ്റ് ഒരേപോലെ. അങ്ങനെ ഷർട്ട് ഓടുന്ന് മാറ്റി പോകുന്നേരി ഇവിടെ എത്തിയപ്പോൾ പാൻറ്റ് ഒരേപോലെ. അങ്ങനെയൊക്കെ പാടെ ഇന്നലെ രാത്രി നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നലെ ആയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കുന്നത്. കല്യാണത്തലേന്നാണ് എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കുന്നത്. പിന്നെ ഇവിടെ പരിപാടിയൊന്നും ഇല്ലാത്തതിനോട് പിന്നെ വലിയൊരു ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട് ഓളെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ നാളെ മുതൽ നമ്മളെ വീട്ടിൽ പുതിയൊരാളും കൂടി ഉണ്ടാവും കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ബാക്കി പോണതും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാറ്റി ഒരുങ്ങിയിട്ടൊക്കെ കാണിച്ചു തരാം. ഐസമോളൊക്കെ നെയ്പ്പിച്ച് ഒക്കെ ഫ്രഷാക്കി ഒരുക്കൊക്കെ വേണം. അപ്പം ബാക്കി കാണാം. നമുക്ക് ഇതുവരെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. സമയം 11:30 ആയിക്കണ്. ഇപ്പോഴാട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു ഇത് കണ്ട ചെയ്യട്ടോ അവിടെ. അപ്പോൾ ആ കാക്കാറിന് നാളെ വരും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എടുക്കാതെ കേട്ട് പോകും. അപ്പോൾ ഞാൻ എടുക്കാനും വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ആ മോൻ്റെ ഒപ്പം പോകാതൊക്കെ ഇരുന്നിട്ട് ഓൻ മുടി വെട്ടാനും വേണ്ടി പോയിട്ട് നേരം വൈകിട്ടോ. അപ്പോൾ ഇനി ഷെമി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റോട്ടുമ്പോൾ കയറാൻ പോകണം. അപ്പോൾ ഷെമിൻ്റെ ഡ്രസ്സും വേണം കൊടുക്കാതെ എന്തേ കാട്ടാണ്ടോന്ന് അറിയൂലല്ലോ. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി കട്ട് ചെയ്യാനൊക്കെ കരുതിക്കാണ്ട് ഷെമിനോട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഷെമിക്ക് അറിയൂലല്ലോ. അപ്പോൾ ഷെമി അറിയാം ഞാൻ അങ്ങോട്ട് ഇറങ്ങുക റോട്ടുമ്പോൾ കയറിക്കോ പറയട്ടെ. ഇപ്പം കൊണ്ട് പോകേണ്ടി വരും. എന്താണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. ഡ്രസ്സൊക്കെ എടുത്ത് വരാം കേട്ടോ. അങ്ങാട്ടിൽ നിന്ന് വന്ന പാടാനെ പിന്നെ ഒന്നിനും സമയമില്ല കേട്ടോ. വേഗം മാറ്റി അപ്പോത്തിനും പിന്നെ ഇറങ്ങാനുള്ള സമയമായിട്ട് എൻ്റെ മാറ്റി കഴിഞ്ഞപ്പോത്തിനും ഇത് ദ്വാരക്കലൊക്കെ തുടങ്ങിക്കണം കേട്ടോ. ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് ദ്വാരക്കണ്ടേ. ദ്വാരന്നിട്ട് ഇറങ്ങാൻ ഷെമി ഇത് അവിടെ മാറ്റണുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ദ്വാരക്കലാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് വരുന്നത്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ഇടണ്ടി. അപ്പോൾ ഇതാണ് കോലം ഞാൻ കേട്ടോ. ചുറ്റിടുന്നൊരു ഷാളൊക്കെ വാങ്ങി. പിന്നെ അധികം വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. വേഗം കയറി റോട്ടുമ്പോൾ കയറി വണ്ടിയിലൊക്കെ കയറി. ഇതാണ് കേട്ടോ പൊണ്ണൂൻ്റെത്. പൊണ്ണൂൻ്റെ നല്ല ഭംഗിയുള്ള കളറാട്ടോ. ഞാൻ ഓക്ക് കാണിച്ചു കൊടുത്ത ആ കളർ കേട്ടോ. എന്നാൽ പിന്നെ എനിക്കും ഇടാലോ. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ. പിന്നെ അധികം അങ്ങനെ വീഡിയോസൊന്നും ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ വേഗം പോയി. സമയമില്ല ഇനി. അതാണ് ഒന്നാമത് കേട്ടോ. നമ്മൾ മാറ്റി എടുക്കുമ്പോഴത്തേന് പിന്നെ സമയം ഉണ്ടാവില്ല. എത്തിനും സമയം ഉണ്ടാവില്ല. ഒരു ഫോട്ടോ പോലും എടുത്തില്ല കേട്ടോ. പിന്നെ വന്നാലേ എടുക്കണത് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നാത്തൂനെ ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. ഇനി വീഡിയോ എടുത്തപ്പോൾ കുറവായതാട്ടോ. പിന്നെ അടുത്തിതാ ജ്യൂസൊക്കെ കിട്ടി. കക്കരി ജ്യൂസൊക്കെ കുടിച്ചു. ഐസമ്മക്ക് പിന്നെ സുഖമില്ലേനല്ല. അതുകൊണ്ട് തന്നെ ഓളിങ്ങനെ ഒരു സുഖമില്ല കേട്ടോ. ജാതി അയക്കുന്നുണ്ട്. മുണ്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് നല്ല മന്തിയും ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചപ്പോൾ വീണ്ടും അങ്ങനെ കേട്ടോ. ഇങ്ങനെ എന്തൊക്കെയൊക്കെ തുച്ചിയിലങ്ങനെ കാട്ടോ. പിന്നെ ഇവര് ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തൊക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് ദ്വാരന്നിട്ട് അവിടെ അധികം കല്യാണം പരിപാടിയൊന്നും ഇല്ലേനി കേട്ടോ. നമ്മളിവിടുത്തെ മധുര തന്നെയാണ്. അവിടെ അധികം ആളൊന്നും ഇല്ലേനി. പിന്നെ ദ്വാരക്കലൊക്കെ കഴിഞ്ഞാൽ ഓളെല്ലാവരും കൊണ്ട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ. ഓള് മുന്നേ ഇവിടെ വന്നു നിന്നൊക്കെ ചെയ്ത്. എന്നാലും നമ്മളിങ്ങനെ ഒരു ഇറക്കണമല്ലോ എന്ന് കരുതിയിട്ട് വെച്ചൊരു നമ്മളൊന്ന് പോയി എന്നാൽ ഓളെ കൊണ്ടുവരാന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോയതാട്ടോ. ഞങ്ങളെ കൊണ്ടുവരാൻ വന്നന്ന് ഓള് വന്നീനി കേട്ടോ. നിന്നൊക്കെ ചെയ്തിനി. പിന്നെ ഇത് വേറൊരു ഇതാണല്ലോ ഈ ഇറങ്ങൽ. അപ്പം എന്നാൽ അങ്ങനെ ഇറക്കി കൊണ്ടുവരാമെന്ന് കരുതിക്കാണ്ട് അങ്ങനെ പോയതിന് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും കൊണ്ട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാട്ടോ. ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇതാ മഴയും പെയ്യണുണ്ട് കേട്ടോ. ഓലെ നിൽക്കാൻ്റെ അന്ന് ഇതേപോലെ കേട്ടോ. നല്ല മഴയേനിട്ടോ. പക്ഷേ കല്യാണത്തിന് അത്ര ഊക്കില്ല. വീട്ടിലെത്തിയാലുണ്ടോ പിന്നെ ഊക്ക് കൂടിയത്. പിന്നെ ഇത് ഞാനും ഷെമി ഓല ഇറങ്ങണതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എനിക്കെന്തോ സങ്കടവും ഇങ്ങനെ പുതിയ കണ്ണുകൾ ഇറങ്ങണുണ്ട്. അപ്പോൾ ഷെമിനോട് നിങ്ങളെ ഡ്രസ്സ് കാണിച്ചരിന്നൊക്കെ പറയണ്ട. അപ്പോൾ എങ്ങനെയുണ്ട് ഷെമിൻ്റെത് എന്ന് പറയേണ്ടി. ഞാൻ അടുത്തെടുത്തത് രസമുണ്ടെന്നൊക്കെ പറയേണ്ടി കേട്ടോ. പിന്നെ എനിക്ക് ആകെ മൂഡ് ഓഫ് ആയിട്ട് ഓൾ ഇറങ്ങണതും ഓളെ സങ്കടമൊക്കെ കണ്ടപ്പം എനിക്കും സങ്കടം. എനിക്ക് അങ്ങനെ കേട്ടോ. ആരെങ്കിലും കല്യാണം കഴിഞ്ഞ പോലെ ഇറങ്ങണം കാണുമ്പോൾ സങ്കടം കണ്ടാൽ എനിക്ക് വേറെ സങ്കടം കേട്ടോ. എൻ്റെത് ഓർമ്മ വരും. പിന്നെ അതാ നേരെ പെരേക്ക് പോകുന്നു കേട്ടോ. പിന്നെ ക്യാമറയും ഇതൊന്നും ഇല്ല. ഇനി ചെറിയ പരിപാടിയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ക്യാമറ ഇതൊന്നും ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഫോണിൽ തന്നെ കേട്ടോ. ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഫോണിൽ തന്നെയാണ് കേട്ടോ. ചെറിയ പരിപാടിയല്ല. അപ്പോൾ ഡ്രസ്സും ഇതാ ഞങ്ങളൊരു പാർട്ടി വെയർ വാങ്ങിയൊക്കെയാണ് കേട്ടോ. കല്യാണ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അവള് പാർട്ടി വെയർ ഇട്ട് കണ്ടാട്ടോ വരുന്നത്. പിന്നെ അമ്മ അകത്ത് കയറ്റി ഒരു വട്ടം നമ്മളിങ്ങനെ കൈ പിടിച്ച് കയറ്റിയതാണ് കേട്ടോ നിക്കാഹിൻ്റെ അന്ന്. അന്നിങ്ങനെ നമ്മൾ കയറ്റീനി. അന്ന് ഉമ്മമ്മ ഉണ്ടായിന് കേട്ടോ. ഇന്ന് നമ്മൾക്ക് ഉമ്മമ്മ അല്ല. പിന്നെ അതാ ഇവിടെ വീട്ടിലെത്തിയാരേ ഉണ്ടോ. പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കാരണം പോകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടൊന്നും ഇല്ലേനിയല്ലോ. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയാരെ പിന്നെ അത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കണൊക്കെ ഉണ്ടായിട്ടോ. അത് മൂത്താപ്പാൻ്റെ മോൾ എടുത്തുന്നതാട്ടോ വീഡിയോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ വീഡിയോ എടുത്തുന്നതാട്ടോ. പിന്നെ എല്ലാവരും ഒപ്പം നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് രസമാണല്ലോ. പിന്നെ നമുക്ക് എന്തെങ്കിലും കാണാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഞങ്ങളുള്ളവരൊക്കെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തു. എൻ്റെ ഷാളാണെങ്കിൽ ഫാൻ ഇട്ടിട്ട് വല്ലാതെ പാറട്ടോ. എനിക്ക് ഷാൾ ഇങ്ങനെ ഇടാൻ ഭയങ്കര മടിയാട്ടോ. എൻ്റെ മുഖം നല്ല തടി എനിക്ക് രസം ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലാണ്. അപ്പോൾ ഞാൻ അധികവും ഷാൾ ചുറ്റിയിടൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ അധികവും ചുറ്റിയിടലാണ്. അപ്പോൾ ഞാൻ തലേന്ന് പോയിട്ട് വാങ്ങിയതാട്ടോ അതിലേക്ക് ചുറ്റിയിടാനൊരു ഷോളൊക്കെ. അടുത്തത് പിന്നെ പോലെ ഫോട്ടോ എടുക്കലാട്ടോ. അതിൽ വൺ കോമഡി ഒക്കെ ഉണ്ട്. ഇതിൽ എൻ്റെ രണ്ട് ആങ്ങളമാരും പിന്നെ എൻ്റെ പുതിയാപ്പിളയും എൻ്റെ അളിയനുമാണ് കേട്ടോ.
അളിയൻ ടീംസാണ് കേട്ടോ, ഇത് ഫുള്ള് അളിയന്മാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാരാണല്ലോ. അപ്പോൾ പിന്നെ അടുത്തത് ഓല ഫോട്ടോ എടുക്കലാട്ടോ. അത് വീഡിയോ എടുക്കണതൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ അയക്കണേ. ഈ ഓറഞ്ച് അങ്ങനത്തെ കളർ ഷർട്ട് ഇട്ടില്ലേ, അതിൻ്റെ ചെറിയ ആങ്ങള, മറ്റേത് വലിയ ആങ്ങള എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റേ ഷെമി, മറ്റേത് എൻ്റെ അളിയൻ കേട്ടോ, ഓലി അളിയൻ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാർ. അപ്പോൾ പിന്നെ ഓല ഫോട്ടോ എടുക്കലാണ്. പിന്നെ വാപ്പല്ലല്ലോ, വാപ്പ ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴാട്ടോ വാപ്പാനങ്ങനെ ഫോട്ടോത്തിലൊന്നും വാപ്പല്ലാത്തപ്പോൾ ഇങ്ങനെ ഒരു ഗതികേടാട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഇമ്മയും മക്കളും നമ്മളെല്ലാവരും ഫോട്ടോ എടുത്തു. അങ്ങനെയൊക്കെ കുറച്ച് ഇതിങ്ങനെ നമ്മൾ നിൽക്കണത് അങ്ങോട്ട് ശരിയാവണില്ലേ. അപ്പം ഞങ്ങളെല്ലാവരും ഓല ഇട്ട് ഊക്കട്ടോ, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞേക്കാട്ട്, ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞേക്കാട്ട്. അടുത്തത് അമ്മമാർ കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ ഓനും ഓളും ഫോട്ടോ എടുത്ത്, പിന്നെ ഓളെ കുറച്ച് ഒറ്റക്ക് എടുത്ത്, അങ്ങനെ 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 കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ, ചെറിയ പരിപാടി കേട്ടോ. നമ്മൾ സിമ്പിൾ കല്യാണം കഴിഞ്ഞിട്ടോ, കഴിഞ്ഞ് പറഞ്ഞാൽ ഒക്കെ പെരേ കയറി നല്ല അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ. ആകെ ഇരുണ്ട് പിടിച്ച് കേട്ടോ മുറ്റൊക്കെ. അങ്ങനെ അതുപോലെ നിക്കാഹിൻ്റെ അന്ന് ഇതേപോലെ, നിക്കാഹ് 2 വർഷം മുന്നേനി, അതും ഇതേപോലെ കേട്ടോ. മഴ കേട്ടോ, അന്ന് നല്ല മഴേനി. അന്ന് നമ്മൾ ഓളെ കൊണ്ടുവന്ന് കയറ്റീനി കേട്ടോ. അന്ന് നമ്മളെ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അന്ന് നമ്മൾ ഓളെ കൊണ്ടുവന്ന് കയറ്റീനി. അന്ന് കറണ്ടും ഇല്ല, വെളിച്ചില്ല. ഇന്ന് ഏതായാലും പഠിച്ചോ കാത്തിട്ട് കറണ്ട് ഉണ്ട് കേട്ടോ. എല്ലാവരും റോട്ടുമെന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടോ. അന്ന് കറണ്ടൊന്നും ഇല്ലല്ലോ കയറിയപ്പോട്ടോ. അപ്പോൾ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞ് സിമ്പിൾ കല്യാണം, കുറച്ച് അതിൻ്റെ ഇടയിൽ ഇതാ ഷെമിന്നെ വിളിച്ച് കണ്ട് ഞാൻ പോയിട്ടോ. പിന്നെ എപ്പോഴാട്ടോ വീഡിയോ ഓണാക്കണത്, എല്ലാവരും പോയി, പെരക്കാർ മാത്രം ബാക്കിയായിട്ടോ. എൻ്റെ അമ്മയും ചെറിയ മോനും മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാത്തവരൊക്കെ പോയി. പൊണ്ണു കുട്ടികളും ഉണ്ട് കേട്ടോ. ഓലിന്ന് പോകും എന്നൊക്കെ പറഞ്ഞിനി, ഏതായാലും ഓലിന്ന് ഇവിടെ നിൽക്കണ ഓലും ഉണ്ട്. അങ്ങനെ ചെറിയൊരു പരിപാടി കേട്ടോ, അധികം ഒന്നുമില്ല, ആൾക്കാരോ പരിപാടിയോ ഒന്നുമില്ലാത്ത ചെറിയൊരു പരിപാടി. ഷെമിയൊക്കെ അപ്പം തന്നെ പോയിട്ടോ. അവിടെ എത്തി ഫോട്ടോ എടുക്കലുണ്ട്. നമ്മൾ പിന്നെ ക്യാമറ ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, സാധാ നമ്മളെ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മളെ ആ പരിപാടി കഴിഞ്ഞ് ഭംഗിയായിട്ട്. നമ്മൾ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ എത്താ കല്യാണം രസമല്ലല്ലോ, ഇപ്പോഴത്തെ കല്യാണം ഒന്നും ഇങ്ങനെയല്ലല്ലോ. അപ്പം ഞങ്ങൾ കുറേ എന്തൊക്കെയൊക്കെ മോഹിച്ച് പ്രതീക്ഷിച്ചൊക്കെ ചെയ്തീനി, ഓൻ്റെ കല്യാണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ. പക്ഷേ അവസാനം പിന്നെ ഇങ്ങനെ ആയി കല്യാണം. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഒരു, സത്യം പറഞ്ഞാൽ ഒരു ഇതും ഇല്ലേനി. ഇന്ന് നേരെ വെളുത്തിട്ടും ഞങ്ങൾക്ക് ആർക്കും ഒരു ഇതും ഇല്ലേനി, എന്താ അപ്പോൾ ഇത് കല്യാണം എന്നൊക്കെ ഉള്ളൊരു ഇതേനി. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കല്യാണമൊക്കെ അടിപൊളിയായി, രസമായി, ഒരുങ്ങലൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ രസമായി. കല്യാണം എന്ന് പറയാൻ പറ്റൂല, എന്നാലും കല്യാണം ആയിട്ടോ. പിന്നെ നല്ല അടിപൊളിയായിട്ട് മാഷാ അല്ലാഹ്, ഇത്ര മതിയില്ലേ കല്യാണം, ഇതിൽ നമ്മൾ കുറേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിച്ച് സമയം 10:30 ആയും തോന്നുന്നുണ്ട്. എല്ലാവരും ഉറങ്ങി. എൻ്റെ ഐതമോളൊക്കെ എപ്പോഴോ ഉറങ്ങി, ക്ഷീണിച്ചിട്ടൊന്നും. പിന്നെ അതുപോലെ രാവിലെ അതിനെയൊക്കെ നേരത്തെ നീപ്പിച്ചും ചെയ്തു. അപ്പോൾ ഓളൊക്കെ നേരത്തെ ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. ചെറിയ ഞങ്ങളവിടെ അല്ല കേട്ടോ, അവൻ പുറത്തങ്ങോട്ടോ പോയിക്കണോ, എത്തിയിട്ടില്ല. അവൻ പിന്നെ അത് എപ്പോഴും എത്തലെന്നൊന്നും നമ്മളറിയില്ല, നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ ഓലെത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ പെണ്ണൊക്കെ പെരയിലെത്തി, പെണ്ണിനൊക്കെ നമ്മൾ പെരയെ കയറ്റി. അപ്പോൾ ഇത്ര കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ, എൻ്റെ വീട്ടിലെ കല്യാണ വീഡിയോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കട്ടെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.